السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. നജസ് ശുദ്ധിയാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വന്ന് അഫ്വ് ചെയ്യപ്പെടുന്ന നജസുകളെ കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കായിദ എന്ന് പറഞ്ഞാൽ ഒരു പൊതു തത്വത്തിനാണ് കായിദ എന്ന് പറയാം. അത് ഒരു വിഷയത്തിക്ക് മാത്രമല്ല പലേതിലേക്കും യോജിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പൊതു നിയമത്തിനാണ് കായിദ എന്ന് പറയുന്നത്. ശറഇന്റെ ഒരുപാട് വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് ഈ പൊതു തത്വം സ്വീകാര്യമാവുന്നത് കൊണ്ടാണ് ഖായിദത്തു മുഹിമ്മ എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇനിയും അഫ്വ് ചെയ്യപ്പെടുന്ന നജസുകളുണ്ട്. അതിന്റെ ഇടക്ക് ഒരു ചെറിയ ഉണർത്തൽ എന്ന നിലക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഖായിദത്തുൻ മുഹിമ്മത്തുൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുതത്വം. വഹിയ, എന്താണ് ആ പൊതുതത്വം? അന്നമാ, ഒരു വസ്തു, ഏത് വസ്തു ആവട്ടെ, അസ്ലുഹു, അതിന്റെ അടിസ്ഥാനം അത്വഹാറത്തു, ശുദ്ധിയാണ്. അടിസ്ഥാനപരമായിട്ട് ശുദ്ധിയുള്ളൊരു വസ്തു. എന്നാൽ വഗലബ അലൽ-ളന്നി, സാഹചര്യങ്ങളെ കൊണ്ട് മികച്ച ധാരണ വന്നു, തനജ്ജുസഹു, ആ വസ്തു നജസായി തീരുന്നതിനെ പറ്റി. അപ്പൊ അസ്ല് കൊള്ള നോക്കുമ്പം ത്വഹാറത്ത, താഹിറായ സാധനം. പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൊള്ള നോക്കുമ്പോ നജസായിരിക്കാൻ മിക്കവാറും സാധ്യത കാണുന്നുണ്ട്. എന്താ കാരണം? നജസാകാൻ വന്നുവരാൻ കാരണം ഗലബത്തിൻ നജാസത്തി ഫീ മിസ്ലിഹി, ഇത്തരം വസ്തുക്കളിൽ മിക്കവാറും നജസ് ഉണ്ടാവാറാണ് പതിവ്. അതുകൊണ്ട് ഗാലിബ് കൊള്ള നോക്കിയിട്ട് നജസായിരിക്കാം, അല്ലെങ്കിൽ ലാഹിർ കൊള്ള നോക്കിയിട്ട് നജസായിരിക്കാം. രണ്ട് പ്രയോഗവും ശരിയാണ്. ചിലപ്പം ഗാലിബ് എന്ന് പറയും, ചിലപ്പം ലാഹിർ എന്ന് പറയും. അതായത് പ്രത്യേക സാഹചര്യം കൊള്ള നോക്കുമ്പം നജസായിരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ വസ്തു അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ശുദ്ധിയുള്ളതുമാണ്. ഇങ്ങനെ വന്നാൽ, ഇങ്ങനത്തെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഫീഹി ഖൗലാനി, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ആ വിഷയത്തിൽ രണ്ട് ഖൗല മഅറൂഫാനി. ആ രണ്ട് ഖൗലുകൾ അറിയപ്പെടുന്നത് ബി ഖൗലയിൽ അസ്ലി വല്ലാഹിരി, അസ്ലിന്റെ ഖൗല് എന്നും ലാഹിറിന്റെ ഖൗല് എന്നും ആണ്. എന്ന് പറഞ്ഞാൽ അസ്ൽ എടുക്കണം എന്ന് പറഞ്ഞൊരു ഖൗലുണ്ട്, ലാഹിർ എടുക്കണം എന്ന് പറഞ്ഞൊരു ഖൗലുണ്ട്. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് അവിൽ ഗാലിബി, അസ്ല് അല്ലെങ്കിൽ മറ്റേ ലാഹിർ എന്ന് പറയുന്ന ചിലപ്പോൾ ഗാലിബ് എന്നും പറയും. അത് രണ്ടറിഞ്ഞാലും ഒരു അർത്ഥം തന്നെ. അപ്പോ അസ്ലിനെ നോക്കണം എന്ന് പറയുന്ന ഒരു ഖൗലും അല്ല ലാഹിർ നോക്കണം എന്നൊരു ഖൗലും, അല്ലെങ്കിൽ അസ്ല് നോക്കണം എന്നൊരു ഖൗല് അല്ല ലാഹിറാണ് നോക്കേണ്ടത് എന്നൊരു ഖൗല്. ഇങ്ങനെ രണ്ട് ഖൗല്. ഏതാണ് നോക്കേണ്ടത് എന്നതിൽ രണ്ട് ഖൗല്. ഇങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം അസ്ല് കൊള്ള നോക്കിയാൽ താഹിറാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം താഹിർ എന്നാണോ ഇരിക്കേണ്ടത്? അതേ സമയത്ത് ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നജസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൊള്ള നോക്കിയിട്ട് ഇത് നജസാണെന്ന് വിധിക്കാൻ പറ്റുമോ? ഇങ്ങനെ രണ്ട് ഖൗലുണ്ട്. എന്നാൽ അർജഹുമാ, ഈ രണ്ട് ഖൗലിൽ ഏറ്റവും മുൻഗണന പ്രധാനം അറിയിക്കുന്ന മുൻഗണന കൊടുക്കേണ്ടത് അന്നഹു താഹിറുൻ,
അസ്ല് കൊള്ള നോക്കിയിട്ട് ത്വാഹിറാണ് എന്നാണ്. എന്താ ലാഹിർ വിട്ടിട്ട് അസ്ലിലേക്ക് നോക്കാൻ കാരണം? അമലം ബിൽ അസ്ലി അൽ മുതയഖിനി, ഉറപ്പാണല്ലോ. അസ്ല് ത്വാഹിറാണെന്നുള്ള ഉറപ്പല്ലേ? ആ ഉറപ്പ് നീങ്ങണമെങ്കിൽ നജസായി എന്ന് ഇപ്പുറത്ത് വേറൊരു ഉറപ്പ് വേണം. ഒരു യഖീൻ നീങ്ങണമെങ്കിൽ മറ്റൊരു യഖീൻ വേണമെന്ന്. ഒരു ശക്ക് കൊണ്ടോ വഹ്മു കൊണ്ടോ മാത്രമല്ല, വന്നുകൊണ്ട് പോലും നേരത്തെ സ്ഥിരപ്പെട്ട യഖീൻ തള്ളപ്പെടൂല. അപ്പൊ ത്വാഹിറാണെന്നുള്ളത് യഖീനാണ്. അത് തള്ളപ്പെടണമെങ്കിൽ നജസായി എന്നുള്ള യഖീൻ മറുവശത്ത് വരണം. അത് വരാത്തിടത്തോളം അസ്ല് കൊള്ള നോക്കിയിട്ട് ത്വഹാറത്ത് കൊണ്ട് ഹുക്മ ചെയ്യേണ്ടതാണ് എന്ന്. എന്താ ലാഹിർ നോക്കാതെ അസ്ല് നോക്കണം എന്ന് പറയാൻ കാരണം അന്നഹു അൽബത്തു, അതാണ് കൃത്യം. കാരണം അത് നജസില്ലാതിരിക്കുക ത്വാഹിറാവുക എന്നത് വളരെ കൃത്യമാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഹുക്കുമാണ്. എന്തിനേക്കാൾ അൽബത്ത് മിനൽ വാലിബി, മിക്കവാറും വരാൻ സാധ്യതയുള്ള ലാഹിറിനെക്കാട്ടിലും കൃത്യം കിട്ടും. എന്താണ് ഗാലിബ്? അൽ മുഖ്തലിഫി ബിൽ അഹ്വാലി വൽ അസ്മാനി, അവസ്ഥക്കും സമയത്തിനുമൊക്കെ അനുസരിച്ച് ഈ ഗാലിബ് മാറ്റം വരും. അസ്ൽ ഒരിക്കലും മാറ്റം വരൂല. ആളുകളുടെ അവസ്ഥ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നജസാകാനുള്ള സാധ്യത കൂടുതലുണ്ട്, മറ്റു ചില ആളുകളെ കൊള്ള നോക്കുമ്പോൾ നജസാകാനുള്ള സാധ്യത കുറവുണ്ട്. അതുപോലെ തന്നെ ചില കാലത്ത് എന്താവാം, അത് ഗാലിബാകാം, മറ്റു ചില കാലത്ത് അപൂർവമാവാം. ഉദാഹരണം, വഴിയിലുള്ള ചളി തെറിച്ചാൽ അതിങ്ങനെ സാധാരണ മഴക്കാലത്ത് തന്നെയല്ല, സാധാരണ നജസുകൾ ഉള്ള സ്ഥലത്താവുമ്പോൾ നജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലാത്ത സമയത്ത് അത് കുറവാണ്. അതുപോലെ തന്നെ ഒരു നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, അവന്റെ വസ്ത്രത്തിലും മറ്റും നജസ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. തീരെ അശ്രദ്ധമായി പോകുന്നൊരുത്തൻ അവനിൽ കൂടുതലാണ്. അപ്പോ പൊതുവായി ഒരു നിയമം കാണാൻ പ്രയാസമാണ് ഈ ഗാലിബിന് അല്ലെങ്കിൽ ലാഹിറിന്. അതേസമയത്ത് അസ്ല് കൃത്യമാണ്, അടിസ്ഥാനപരമായ ത്വാഹിറാണ് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഈ കൃത്യമായ അസ്ൽ കൊണ്ട് അമൽ ചെയ്യലാണ് മുഖ്യമായത്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അസ്ലാണ് യഖീനുള്ളതെങ്കിലും ഈ ലാഹിറിനെ ശക്തിപ്പെടുത്തുന്ന വല്ല തെളിവും കണ്ടാൽ അവിടെ ലാഹിറിനെ ഹുക്മ ചെയ്യാം. ഉദാഹരണം പറഞ്ഞാല്, ഒരു കുളത്തില് കുറച്ച് വെള്ളമുണ്ട്, 2 കൊല്ലത്തൊന്നുമല്ല, പക്ഷെ ധാരാളം ബഹറ് പോലെയൊന്നുമില്ല. ഈ വെള്ളത്തില് ഒരു മൃഗം മൂത്രമൊഴിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ആ കുളത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ വാസന മാറിക്കാണുന്നുണ്ട്. ഇവിടെ 2 സാധ്യതയാണ്. വെള്ളം തൊഹൂറാണ്, അസ്ൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഈ നാക്കാലി മൂത്രമൊഴിക്കുന്നത് നമ്മൾ കണ്ടപ്പം ഈ പകർച്ച ആ മൂത്രമൊഴിച്ചത് കൊണ്ടാകാനാണ് സാധ്യത കൂടുതൽ. അല്ല, കുറെ കാലം കെട്ടി നിന്നിട്ട് കുറഞ്ഞ വെള്ളമായതുകൊണ്ടും വാസന മാറിയിരിക്കാം എന്നതിനേക്കാൾ ഈ മൃഗം മൂത്രമൊഴിക്കുന്നത് നമ്മൾ കണ്ടു എന്ന സാധ്യത വെച്ചിട്ട് അതൊരു കരീനത്ത് അവര് തെളിവാണ്. ഈ തെളിവ് വെച്ചിട്ട് ഇവിടെ വാലിബ് ആവുന്ന ഈ മൂത്രം കൊണ്ടാണ് പകർച്ച വന്നത് എന്ന ലാഹിറിനാണ് ഹുക്മ കൊടുക്കുന്നത്, അസ്ൽ ത്വഹാറത്തിനല്ല. അപ്പോ അസ്ലും വാലിബും തമ്മിൽ സംശയം വരുന്ന സാഹചര്യത്തിൽ അസ്ലിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ലാഹിറിനെ ശക്തിപ്പെടുത്തുന്ന കരീനത്തുകൾ ഇല്ലാത്തയിടത്താണ്. ലാഹിറിനെ ശക്തിപ്പെടുത്തുന്ന വല്ല കരീനത്തും ഉണ്ടെങ്കിൽ അവിടെ അസ്ലിനല്ല മുൻഗണന കൊടുക്കുക, ലാഹിറിന മുൻഗണന കൊടുക്കുക. കാരണം അവിടെ ഈ കരീനത്ത് കൊണ്ട് ഈ ലാഹിറിന് കുവ്വത്ത് കൂടുന്നു. അപ്പൊ മൗലവിമാർക്ക് ചെയ്യാൻ പറഞ്ഞ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അതിപ്പം ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും അല്ലേ. ലാഹിറും അസ്ലും തമ്മിൽ വ്യത്യാസപ്പെടുന്നതെന്ന് കൊട്ടക്കണക്കിന് പറഞ്ഞാൽ പോലല്ലോ. ഒരു സുമാർ ഒരു ഉദാഹരണം പറയാം, ഉദാഹരിക്കാം. ഇങ്ങനെ രണ്ടും കൂടി തമ്മിൽ വ്യത്യാസപ്പെടുന്നത്, അസ്ലും ലാഹിറും തമ്മിൽ തർക്കം വരുന്ന ഒരു രൂപം. കസിയാബി ഹമ്മാരി, ഒരു കള്ള് തൊഴിലാളിയുടെ വസ്ത്രം പോലെ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ കള്ള് ചെത്താന്നല്ല, അതെടുത്തു കൊടുക്കുക, അതുപോലെ തന്നെ അതിന്റെ പാത്രം കഴുകുക,
ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാ ജോലി ഹറാമല്ലേ? അങ്ങനെ നിങ്ങൾ കൊട്ടക്കണക്കിന് പത്ത് കൊടുക്കണ്ട, അതല്ല നമ്മളെ വിഷയം. ഒരാള് കള്ള് ശേഖരിച്ചിട്ട് സുർക്കിയാകാൻ വെക്കുന്ന കൂട്ടിക്കോളിങ്ങള്. അങ്ങനെ കള്ളും പാത്രത്തിൽ കൊണ്ടുവന്ന കള്ള് എന്താക്കുന്നു? ഒരു ഭരണിയിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് ആ ഭരണി നന്നായി അടച്ചു മൂടുന്നു. എന്നിട്ട് അത് ഭൂമിന്റെ അടിയിലോ അതല്ലെങ്കിൽ ഇളകാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭദ്രമായി വെക്കുന്നു. അപ്പോഴേക്ക് വേറൊരു പാത്രത്തിൽ കള്ളു വന്നു. ആ കള്ളെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നു. അത് അടച്ചു ഭദ്രമാക്കിയിട്ട് ഇളകാത്ത ഒരു സ്ഥലത്ത് അടക്കി വെക്കുന്നു. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പം ഇവ പുറത്തെടുത്ത് നോക്കുമ്പോ ഒക്കെ സുർക്കയായിട്ടുണ്ടാവും. സുർക്കയൊക്കെ താഹിറായി. അങ്ങനെ അത് വിൽപ്പന നടത്തുന്നു. അങ്ങനെ ഒരു ജോലിയും ചെയ്തൂടെ? അത് ഹലാൽ തന്നെയാണല്ലോ. കുടിക്കാൻ കൊടുക്കണമല്ലേ ഇപ്പൊ ഈ ഹറാമ് പറയുന്നത്. ഏതായാലും ആട്ടെ, ഈ പണിയെടുക്കുന്ന ആളുടെ വസ്ത്രം എന്താ? വസ്ത്രം എന്നുള്ള നിലക്ക് അസ്ലു താഹിറ. പക്ഷേ കള്ള് ഇടപാട് അങ്ങോട്ട് ഒഴിച്ചിട്ടും ഇങ്ങോട്ട് ഒഴിച്ചിട്ടും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടും ആവുമ്പം ഒരു 75% ഇവന്റെ വസ്ത്രത്തിലൊക്കെ ഈ കള്ള് തെറിച്ചിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ലാഹിർ കൊള്ള നോക്കുമ്പോൾ അഥവാ ഗാലിബ് കൊള്ള നോക്കുമ്പോൾ ഈ വസ്ത്രത്തിൽ നജസുണ്ട്. എന്നാൽ അസുൽ കൊള്ള നോക്കുമ്പോൾ വസ്തു താഹിറാണ്. അപ്പൊ ഈ അസുൽ റാജിഹി എന്ന് പറയുന്ന കൗലനുസരിച്ച് ഇവന്റെ വസ്ത്രം ഉറപ്പുണ്ടെങ്കിൽ കഴിയാൻ മതി, ഇല്ലെങ്കിൽ കഴിയേണ്ട ആവശ്യമില്ല. ആ വസ്ത്രം എടുത്തുകൊണ്ടിട്ട് അവൻ നിസ്കരിക്കാം. അതുപോലെ തന്നെ ഹൈലുകാരിയായ സ്ത്രീയുടെ വസ്ത്രം, ആ ഹൈലുള്ള അവസരത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം, അല്ലാതെ അവരെല്ലാ വസ്ത്രം എന്നല്ല, ഹൈൽ അവസരത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം അത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ വസ്ത്രത്തിൽ രക്തം പുരണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. അസ്ർ വെള്ളം നോക്കുമ്പോൾ വസ്ത്രം എന്നുള്ള എനിക്ക് താഹിറാണ്. എന്നാൽ ഈ സമയത്ത് നജസ് ഉണ്ടാവും എന്നതുകൊണ്ട് ആയിരിക്കാൻ സാധ്യത ധാരാളമുണ്ട്. താഹിറാണ്. അപ്പൊ അവിടെ യഖീനാകാത്തടത്തോളം കാലം അസ്ർ താഹിറാണല്ലോ എന്ന് വെച്ചിട്ട് താഹിറിന്റെ ഹുക്മ് കൊടുത്താൽ മതി. വസിബിയാനിൻ, ചെറിയ കുഞ്ഞുമക്കളുടെ വസ്ത്രം. കുഞ്ഞുമക്കൾക്ക് തെക്ലീഫില്ലല്ലോ. തെക്ലീഫില്ലാത്തപ്പം അവര് ചിലപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കാഷ്ടത്തിൽ കളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മൂത്രത്തിൽ കളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നജസ്സുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം തെമ്മീസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അറിയില്ലല്ലോ ഏതാ നജസ് ഏതാ താഹിർ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വസ്ത്രം അസ്ർ വെള്ളം നോക്കുമ്പോൾ താഹിറാണ്. എന്നാൽ ഈ കുഞ്ഞിന്റെ തമ്മീസില്ലാത്ത വകതിരിവില്ലാത്ത അവസ്ഥ ഉള്ള നോക്കുമ്പോ നജസായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതിന്റെ പുറമെ നമ്മളെ നാട്ടിലൊക്കെ അവാനി മുത്തദയ്യനീന പിന്നെ നജാസത്തി, നജസ് കൊണ്ടിട്ട് ദീനാചരിക്കുന്ന സമുദായക്കാരുടെ പാത്രങ്ങള് നമ്മുടെ നാട്ടിലെ അയിന്നവര്, പ്രത്യേകിച്ച് അതിൽ തന്നെ ഈ ബ്രാഹ്മണരൊക്കെ ശുദ്ധി കലശം വരുത്താൻ വേണ്ടിയിട്ട് ഗോമൂത്രം അതുപോലെ തന്നെ ചാണകം എന്നിവയാണ് ഉപയോഗിക്കുക. അവര് വല്ല അയിത്താകുകയോ അശുദ്ധമാവുകയൊക്കെ ചെയ്താൽ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് അവർ സാധാരണ ചെയ്യുക ഈ ചാണകം തളിച്ചിട്ട് കളക്കിയിട്ട് തളിക്കുക, അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ അവര് ദീനാചരിക്കലടത്ത്. അപ്പൊ അവരുടെ സംബന്ധിച്ച് ബാഹ്യമായി വൃത്തി കാണുന്നുണ്ടെങ്കിൽ പോലും അവര് പുണ്യത്തിന് വേണ്ടി ഇത്തരം നജസുകൾ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ ലാഹിർ കൊള്ള നോക്കുമ്പോൾ നജസാണ്, അസ്ൽ താഹിറാണ്. അതുപോലെ തന്നെ വറക്കിൻ, ചില കടലാസുകൾ. ഇപ്പൊ അങ്ങനത്തെ കടലാസ് ഇല്ല, ഏതായാലും ആട്ടെ കടലാസുകൾ. എങ്ങനത്തെ കടലാസ്? യഗ്ലിബു നസ്റുഹു അലാ നജസിൻ, നജസിന്റെ മേലെ അത് പരത്തി വെക്കലുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്നത്തേക്ക് ഫാക്ടറിയും തോന്നും ഇല്ലാത്ത സമയത്ത് തോല് പോലത്തെ, അതുപോലെ തന്നെ ഈ മരം പോലത്തെ സാധനം അരച്ച് നന്നായിട്ട് കട്ടിയില്ലാതെ പരത്തി അത് പശയൊക്കെ കൂട്ടിയിട്ട് പരത്തിയിട്ട് ഉണങ്ങാൻ വെക്കും. ഈ ഉണങ്ങാൻ വെക്കുക സാധാരണ ചാണകം പോലെയുള്ള നജസ് മെഴുകിയ ചുമരുമലായിരുന്നു അത്രേ. അപ്പോ ഈ നജസിന്റെ മേലാണ് ഇത് പരത്തി വെക്കുന്നത് എന്നത് ഗാലിബ. എന്നാ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. നജസില്ലാത്ത മണ്ണ് കൊണ്ട് തേച്ച സ്ഥലത്തും ചിലപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. ഇത് വേഗം ഇതിന്റെ നീര് വലിച്ചെടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പൊ ത്വാഹിറാൻ മണ്ണിന്റെ മേല് പരത്തി വെക്കലും ഉണ്ട്. ചിലപ്പോൾ നജസുള്ള ചില ചുമരുമ്മല് മതിലുമ്മലൊക്കെ പറ്റിച്ചു വെക്കാറുണ്ട് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഗാലിബ് കൊള്ള നോക്കുമ്പോൾ പലപ്പോഴും ഇത്തരം നജസുകളിൽ പറ്റിച്ചു വെക്കൽ അപ്പൊ നജസുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാ അസ്ൽ കൊള്ള നോക്കുമ്പോഴോ അത് ത്വാഹിറാണ്. ഇങ്ങനെ സ്വബിയിൽ, ചെറിയ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന നീര്, കേല എന്നാണ് അതിന് നാടൻ ഭാഷയിൽ കീച്ചിരിക്കാർ പറയാം. കേല,
അതായത് വായിൽ നിന്ന് ഒലിക്കുന്ന ഇനി എന്താ കുട്ടികൾ ഛർദ്ദിച്ചിട്ടുണ്ടാവുമല്ലോ, ഛർദ്ദിച്ച വായു വൃത്തിയാക്കണം എന്ന് അവർക്കൊട്ട് അറിയില്ല, അവർക്ക് തക്ലീഫുമില്ല. അപ്പൊ ചിലപ്പോൾ നേരത്തെ ഛർദ്ദിച്ചിട്ട് വായു ശുദ്ധിയാക്കാത്ത നജസുള്ള വായിലൂടെ ഒലിച്ചു വരുന്നതായിരിക്കും ഈ കേല. അതേസമയത്ത് വായിൽ നിൽക്കുന്ന കേല എന്ന നിലക്ക് അത് സ്വാഹിറാണ്. പക്ഷെ ചെറിയ മക്കളുടെ ആകുമ്പോൾ പലപ്പോഴും നജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വജൂഹി, അതൊരു പാല് ഉൽപ്പന്നങ്ങളിൽപ്പെട്ട ജുബ്നൊക്കെ പോലത്തെ വേറെ എന്തോ ഒരു സാധനമാണ്. എങ്ങനത്തെ ജൂഹാണ്? ഉഷ്തുഹിറ അമലുഹു, അത് ഉണ്ടാക്കുന്നത് പ്രസിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് നാട്ടു നടപ്പിൽ പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടുണ്ടാക്കുന്നത്? ബിശഹ്മിൽ ഖിൻസീരി, പന്നിയുടെ ഷഹ്മ് കൊഴുപ്പ് കൊണ്ട്. ഷഹ്മ് എന്ന് സാധാരണ പറയാ ഈ ആട്ടിൻകുട്ടിനെയൊക്കെ ചെറുതായി ഇരിക്കുന്ന സമയത്ത്, അതായത് പുല്ല് തിന്നാൻ തുടങ്ങുന്നതിന് മുമ്പ് അറുത്തിട്ട് അതിന്റെ അംഫിഹത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ അംഫിഹത്ത് കൊണ്ട്, അതുപോലെ തന്നെ ഈ പന്നിന്റെ നെയ്യ് അതായത് ഈ മാംസത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ്, അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ജൂഹ് ഉണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതാ ഉഷ്തുഹിറ എന്ന് പറഞ്ഞത്, അങ്ങനെ പറയപ്പെടുന്നു. അതേസമയത്ത് ജൂഹ് എന്ന് പറഞ്ഞാൽ പാലുറപ്പിക്കുന്ന ഒരു സാധന. പാല് ത്വാഹിറാണല്ലോ, അത് വെള്ളം നോക്കുമ്പോൾ അസുര് വെള്ളം നോക്കുമ്പോൾ ത്വാഹിറാണ്. പക്ഷേ ചില ആളുകളെങ്കിലും പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പം നജസുണ്ടാവാൻ സാധ്യതയാണ് വാഹിർ. മറ്റൊന്ന് വജുബ്നിൻ ഷാമിയൻ, ഷാമിയായ ജുബ്ന എന്ന് പറഞ്ഞാൽ ഷാം രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന പാൽക്കട്ടി. അറബി നാട്ടിലൊക്കെ ജുബ്ന എന്നുള്ള പേര് തന്നെ അറിയപ്പെടാം, പാൽക്കട്ടി. എന്താണ് ആ പാൽക്കട്ടിന്റെ പ്രത്യേകത? എല്ലാ പാൽക്കട്ടിക്കും അതില്ല, ഷാമിയായതിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഉഷ്തുഹിറ പ്രസിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നുണ്ട് എന്നാ ഉഷ്തുഹിറന്റെ അർത്ഥം. ഈ മജൂഹിലാക്കി പറയുന്നതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. എന്ത്? അമലുഹു ബി അംഫിഹത്തിൽ ഖിൻസീർ, പന്നിയുടെ ഈ പാൽപ്പാടയിൽ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ അംഫിഹത്ത് ചെറിയ കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് പുല്ലുന്നാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തള്ളന്റെ പാല് മാത്രം കുടിക്കുന്ന കുട്ടികളെ അർത്താൽ അതിന്റെ ആമാശയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൊഴുപ്പാണത്. അത് ഉറ്റിച്ച പാല് പെട്ടെന്ന് എന്താവും? ഉറക്കും. ഇത് ആട്ടിൻകുട്ടിന്റെയും കിട്ടും, പന്നിക്കുട്ടിന്റെയും കിട്ടും. എന്നാ ഷാമിയായ ജുബ്ന സാധാരണ ഈ പന്നിന്റെ അംഫിയത്ത് ഉപയോഗിച്ചിട്ടാണ് ഉറപ്പിക്കുന്നതെന്ന് നാട്ടു നടപ്പ് കേൾക്കാം. ഹസിന് വെള്ളം നോക്കുമ്പോൾ ജുബ്ന പാല് കൊണ്ടുണ്ടാക്കുന്നതാണ്, ത്വാഹിറാണ്. എന്നാൽ പന്നിന്റെ ഈ നെയ്ക്കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഈ പാൽപ്പാട ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചതെങ്കിലോ പന്നി നെസ്സാണല്ലോ, അപ്പൊ നെസ്സാകാനാണല്ലോ ത്വാഹിർ. ഇങ്ങനെ ഇവിടെയൊക്കെ അസില് വെള്ളം നോക്കിയിട്ട് ഉപയോഗിക്കാന്ന് അതാപ്പോ പറയുന്നത്. ഞാൻ ഇതൊക്കെ പറയുമ്പോ നമ്മളെ ഈ ഒസ്വാസ രോഗികൾക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ഒസ്വാസ് രോഗത്തിന് ഇസ്ലാമിൽ മരുന്നില്ല, അത് ഒഴിവാക്കുക, മന്ത്രിച്ചൂതി സുഖപ്പെടുത്തുക. ഒസ്വാസിന്റെ പിന്നിൽ നടക്കേണ്ടതില്ല. ഇവിടേക്ക് നിങ്ങൾ നോക്കി എത്ര വ്യക്തമാണ് നജസുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന്. എന്നിട്ട് പോലും ഇവിടെ ത്വാഹിറാണ് എന്ന് ഹുക്മ ചെയ്യണം എന്നതാണല്ലോ മുഅ്തമദായി പറയുന്നത്. ഇവിടെയൊക്കെ ത്വാഹിറാണെന്ന് ഹുക്മ ചെയ്യണം, അതനുസരിച്ച് അത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. ഞാൻ തെളിവും പറയുന്നു. വഖദ് ജാഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ഹദിയയച്ചു വന്നു. ജുബ്നത്തുൻ, ഒരു ജുബ്ന, ഇങ്ങനെ പാലുറപ്പിച്ച ഒരു പാൽക്കട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയച്ചു വന്നു. മിൻ ഇൻദിഹിം, ഇങ്ങനെ ഷാമുക്കാരുടെ അടുത്ത് നിന്ന്. പ്രത്യേകം മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഷാമിൽ മുസ്ലിങ്ങളില്ല, നസ്രാനികളാ. അപ്പോ ചാത്തപ്പൻ എന്ത് മത്സരാന്ന് പറഞ്ഞു, ഓനെന്ത് ഹലാലു ഹറാമോ നോക്കണ്ട്. അങ്ങനത്തെ കാഫിരീങ്ങളായ നസറാക്കൾ ജീവിക്കുന്ന ഷാമിൽ നിന്നും, അല്ലെങ്കിൽ തന്നെ നാട്ടിലൊരു ശുരുതിയുണ്ട്, ഷാമിലുണ്ടാക്കുന്ന ജുബ്ന പന്നിക്കുഞ്ഞുങ്ങളുടെ ഈ പാൽപ്പാട ഉപയോഗിച്ചുകൊണ്ടാണ് ഉറപ്പിക്കുന്നത് എന്ന് കേൾക്കണമുണ്ട്.
അങ്ങനെയൊക്കെ ശുരുതി ഉള്ളതോടുകൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഈ ശാമുക്കാരുണ്ടാക്കുന്ന ഒരു ജുബ്ന ഹദിയായിട്ട് കിട്ടിയപ്പോൾ ഫഅകല മിൻഹാ, ആ ഹദിയായ ജുബ്നയിൽ നിന്നിട്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു. വലം യുസല്ലം ദാലിക, അല്ല നിങ്ങളിത് ഷാമിൽ ഉണ്ടാക്കിയല്ലേ? അതെ. അല്ല, ഷാമിൽ ഉണ്ടാക്കുമ്പം ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, അത് നിങ്ങൾ ഈ പന്നിക്കുട്ടികളെ അറുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള പാൽപ്പാടെടുത്തിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉറപ്പിക്കുന്നതെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ പോയില്ല. ഇസ്ലാം എത്താത്ത നസ്രാണികൾ മാത്രം ജീവിക്കുന്ന ഷാമിൽ നിന്നും നാട്ടിൽ ശുരുതിപ്പെട്ട പന്നിക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന് ശുരുതിപ്പെട്ടയിടത്ത് നിന്ന് വന്ന അത്തരം ജുബ്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപയോഗിച്ചെന്ന് മാത്രമല്ല, അതിൽ നിങ്ങൾ ഈ പന്നിയുടെ പാൽപ്പാട ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അവിടെ എന്താ, വാഹിർ പാലുറപ്പിച്ചതല്ലേ? പാലുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വേണമെന്നില്ല, ആടുംകുട്ടിന്റെ ഈ ഹംസയത്വം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആയിക്കൂടെ? അസല് വെള്ളം നോക്കിയിട്ട് അത് അമൽ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഹദിയ സ്വീകരിച്ചു, അവിടെ നിന്ന് അത് ഉപയോഗപ്പെടുകയും ചെയ്തു. ദക്കറഹു ശൈഖുനാ ഫീ ശറഹുൽ മിൻഹാജ്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വിഷയം തന്റെ തുഹ്ഫയിൽ വിവരിച്ചിട്ടും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസല് ത്വാഹിറുമാണ്. അതേ സമയത്ത് വാഹിർ അല്ലെങ്കിൽ വാലിബ് നജസായിരിക്കാനും സാധ്യതയുള്ളിടത്ത് ഈ വാഹിറിനെ ശക്തിപ്പെടുത്തുന്ന പ്രത്യേക സാഹചര്യങ്ങൾ കാണപ്പെടാത്തയിടത്തോളം അസ്ല് കൊണ്ട് ഹുക്മ ചെയ്ത് ത്വാഹിറാണെന്ന് വെച്ചാൽ മതി എന്ന്. അപ്പൊ ഇവിടെ അത് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി ഒരുപാട് മസലകളിലേക്ക് ഇത് വാദമായതുകൊണ്ടാണ് മുഹിമ്മ കായിദ എന്ന് പറഞ്ഞു. നമ്മളിപ്പോ നജസ് ആണോ അല്ലേ രണ്ടിനും സാധ്യതയുള്ളവർക്ക് അസ്ല് ത്വാഹിറാണ്, വാഹിർ വാലിബുകളെ നോക്കുമ്പോൾ നെസ്സാവുന്നിടത്തും ഈ കായിദ അനുസരിച്ച് അസ്ല് നോക്കിയാൽ മതി. ഇവിടെ പത്രേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി വലയെ ബാബിലേക്കും അത് ഉപയോഗപ്പെടും. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനി വിഷയത്തിലേക്ക് തന്നെ മടങ്ങാം. അഫു ചെയ്യപ്പെടുന്ന വയുഫ വിടുതി ചെയ്യപ്പെടും. അമ്മഹല്ലി ഇസ്തിജ്മാരിഹി, കല്ലുകൊണ്ട് മനോഹരം ചെയ്ത സ്ഥലത്തിന് തൊട്ട്. അഞ്ഞ് പറയുന്നുണ്ട് തൊട്ടടുത്ത്. ഇത് കഴിഞ്ഞാൽ നേരെ മലമൂത്ര വിസർജനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയാല് വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാം. അതാണ് നല്ല രീതി. അങ്ങനെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണശുദ്ധിയായി. വെള്ളം ഉള്ളതോട് കൂടി തന്നെ പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും കല്ല്, ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ട് വൃത്തിയാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോ കല്ല് കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചാൽ നജസിന്റെ തടി പോകുമെങ്കിലും അതിന്റെ അസറ് ബാക്കി ഉണ്ടാവും. അവിടെ നിന്ന് പിടിച്ച് മണത്തു നോക്കി എന്തായാലും കുറഞ്ഞ മണം ഉണ്ടാവും അതിന്റെ കണക്ക്. എന്നാൽ അത് അഫുവാണ്. കാരണം എന്താ, വെള്ളം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അഫു ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. വൻ വനീമിതുമാബിൻ, ഈച്ചയുടെ കാഷ്ടത്തെ തൊട്ടും അഫു ചെയ്യപ്പെടും. ഈച്ചയുടെ കാഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് കിലോ കണക്കിനുണ്ടാവുമോ എന്ന് ചോദിക്കണ്ട. ഏറെയും കുറച്ച് നോക്കിയിട്ടല്ല, കാഷ്ടം എല്ലാ ജീവികളുടെയും നെസ്സാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈച്ച നല്ല സമയത്ത് വെള്ള വസ്ത്രം അലക്കിയിട്ട് ഉണങ്ങാൻ പുറത്തെവിടെയെങ്കിലും ഇട്ട് നോക്കേണ്ടി. എന്നാ കാണങ്ങൾക്ക് ഈച്ചന്റെ കാഷ്ടം നിറച്ചിങ്ങനെ കറുത്ത പുള്ളി എത്തിയിട്ടുണ്ടാവും. കാരണം ഈച്ച വന്നിരുന്ന് കാഷ്ടിച്ചതാണ്. അങ്ങനെയുള്ള ഈച്ചയുടെ കാഷ്ടത്തെ തൊട്ടും വബൗലി വറൗസി ഖുഫാശി, ബൗലും കേട്ടാ, വബൗലി വറൗസി ഖുഫാശി, ഈ ചെറിയ വാവല്, അതിന് പല ഭാഗത്തും പല പേരുവാ പറയാം. വവ്വാല് എന്ന് പറയുന്ന കുടുംബം രണ്ട് ജാതിയുണ്ട്. ഒന്ന് മരത്തുമലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചിറകുമല് രണ്ട് മുള്ളുണ്ടാവും. ആ മുള്ളുകൊണ്ട് വല്ല കൊമ്പുമലും തൂങ്ങിയിട്ട് തല കീപ്പട്ടാക്കിയിട്ട് കിടക്കേ നിറഞ്ഞിട്ട് കിടക്കണ ഒരു വവ്വാലുണ്ട്. അതിന് കൊടവാതൽ എന്നും മറ്റുമൊക്കെ പറയുന്ന പല പേരുണ്ട്.
വലിയ വാവല് അതല്ല പറയുന്നത്. വീട്ടിലും മറ്റുമൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്ന ചെറിയ ഒന്നുണ്ട്, അതും ഈ വാവലിന്റെ കൂട്ടത്തിൽപ്പെട്ട നരിച്ചീർ എന്ന് പറയും ചിലവര്. ഞാൻ ആ അർത്ഥം പറയാൻ, നരിച്ചീർ എന്ന് പറഞ്ഞാൽ പടച്ചോനെ കൊടാവൽ എന്നാകിച്ചിരി നമ്മൾ പറയാ. അത് ചെറിയ ഉണ്ട്. ചെറിയന് എന്താ പറയാ? അതിന് നരിച്ചീർ എന്ന് പറഞ്ഞാൽ നമുക്ക് നരിയും പൂച്ചയായിട്ടൊന്നും അതിനൊരു ബന്ധമില്ല. ചെറിയ രാവല, അത് വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്നു കൊടുക്കും. മനസ്സിലായില്ലേ? അതിനെ പറ്റിയ അതാണ് ഇപ്പൊ ഈ ഹുഫാഷ് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ചെറിയ ആവല്. ഈ വവ്വാല് എന്ന് പറയുന്ന കൊടവാതിലല്ല. അതിന്റെ കാട്ടവും മൂത്രവും അതും അഫ്വ് ചെയ്യപ്പെടും. എവിടെ? ഫിൽമക്കാനി, സ്ഥലത്ത്, നിസ്കരിക്കുന്ന സ്ഥലത്ത് ഈച്ചയുടെ കാഷ്ടം, അതുപോലെ തന്നെ ഈ ചെറിയ വാവലിന്റെ കാഷ്ടം, മൂത്രം എന്നിവ അഫ്വ് ചെയ്യപ്പെടും. മാത്രമല്ല സൂബി വൽ ബദനി, ശരീരത്തിലാണെങ്കിലും അഫ്വ് ചെയ്യപ്പെടും, വസ്ത്രത്തിലാണെങ്കിലും അഫ്വ് ചെയ്യപ്പെടും. അതായത് ഒരു സ്ഥലത്ത് ഈ ചെറിയ വാവലിന്റെ അല്ലാതെ ശല്യമുള്ള സ്ഥലമാണ്, അങ്ങനെ നിസ്കരിക്കാൻ നിന്ന് അതിന്റെ അടുത്ത് അങ്ങോട്ട് പറന്ന് ഇങ്ങോട്ട് പറന്ന് അതിന്റെ അടുത്ത് മൂത്രം ഒഴിച്ചു, ഇതിന്റെ മൂത്രം ശരീരത്തിലായി. എന്നാൽ അവിടെ പോയിട്ട് അപ്പം നിസ്കാരം മുറിച്ചു പോയി കഴിക്കേണ്ട ആവശ്യമില്ല, സാധനം നജസ് തന്നെയാണെങ്കിലും അത് അഫ്വാണ്. അപ്പൊ പറഞ്ഞ് ഈച്ചന്റെ നിലവിലെ കാണാൻ വളരെ ചെറിയ ഒരു പുള്ളിയായിട്ടേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുണ്ടാവും, മൂത്രവും ഉണ്ടാവും, കാഷ്ടവും ഉണ്ടാവും. അത് ശല്യം സൂക്ഷിക്കാൻ പ്രയാസമാകുമാർ ശല്യമുള്ള വസ്തു ആയതുകൊണ്ട് ഇപ്പൊ ഈ മരുന്നടിക്കല് പരക്കെ വ്യാപകമായപ്പോ ആ സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വൈൻ കസുറത്ത് കണ്ടോ, ഈ ഈച്ചന്റെ കാഷ്ടം അതുപോലെ തന്നെ ഈ ചെറിയ വാവലിന്റെ കാഷ്ടവും മൂത്രവും ഒക്കെ കൂടുതലുണ്ടെങ്കിലും അഫ്വ് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? അവയെ തൊട്ട് സൂക്ഷിക്കാൻ പ്രയാസമാണ്. അതിന്റെ ശല്യം അറിയുന്നവർക്കേ അറിയുള്ളൂ. ഈ വാവലിൽ വീട്ടിലുള്ളവർക്ക് എവിടെ നോക്കിയാലും ഈച്ചന്റെ കാഷ്ടവും മൂത്രം വയ്ക്കാറ് ഈ കോലത്തിൽ. അതുപോലെ തന്നെ ഈച്ച ശല്യമുള്ള ഈച്ച വർദ്ധിക്കുന്ന സമയത്ത് എപ്പം നോക്കിയാലും ഈച്ചന്റെ കാഷ്ടം എവിടെ ഉണ്ടാവും. അപ്പൊ അത് സൂക്ഷിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് കുറച്ചധികം ആണെങ്കിൽ പോലും അഫ്വ് ചെയ്യപ്പെടും. സാധനം നജസ് തന്നെയാണ്, അഫ്വ് ചെയ്യപ്പെടും. ഇനി വേറെ ഉൾഫ വിടുതി ചെയ്യപ്പെടും. അമ്മ ജഫ, ഉണങ്ങിയതിനെ തൊട്ട്. എന്തിൽ നിന്നിട്ട് ഉണങ്ങിയ? ഈ ഈച്ചയും ചെറുവാവലും അല്ലാത്ത ബാക്കി പക്ഷികൾ, മറ്റു തരത്തിലുള്ള പക്ഷിപ്രാവ് മറ്റു മറിച്ചൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പക്ഷികളുടെ കാഷ്ടം ഉണങ്ങിയതാണെങ്കിൽ അത് അഫ്വുണ്ട്. അത് തന്നെ എവിടെയുള്ളൂ? ഫിൽ മക്കാനി, നിലത്ത്. അപ്പൊ ദേഹത്തിനും വസ്ത്രത്തിലും ആണെങ്കിൽ അഫ്വില്ല, ഭൂമിയിലാണെങ്കിൽ അഥവാ വിരിപ്പിലോ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അഫ്വ് ഉണ്ടാവുമെന്ന്. അതിന് എപ്പോഴും അഫ്വുണ്ട് എന്നല്ല. ഇത് അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വ്യാപകമായാൽ. എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മുമ്പൊക്കെ ഹറമിൽ അങ്ങനെയായിരുന്നു, മസ്ജിദുൽ ഹറാമില് ഈ പ്രാവിന്റെ ശല്യം കൊണ്ട്. അതുപോലെ തന്നെ വേറെ സൈസ് ഒരു കുരുവിണ്ട്, ആ കുരുവിയും പ്രാവും കണക്കില്ലാതെ ഉണ്ടാവും. എപ്പം നോക്കിയാലും ഇതിന്റെ കാഷ്ടമില്ലാത്ത സ്ഥലം കിട്ടൂല. അങ്ങനെയായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഗവൺമെന്റിന്റെ ക്ലീനിങ് മണിക്കൂറിന് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടും മറ്റും മസ്ജിദുൽ ഹറാമിന് അത്തരം നിരസുകളിൽ നിന്നിട്ടൊക്കെ സുരക്ഷിത. പുറത്തുണ്ടാവും, പുറത്തു മുറ്റത്തും മറ്റുമൊക്കെ ഈ പ്രാവ് ഇനി തീറ്റ കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവും, അകത്തില്ല. അകത്തിപ്പോ പ്രാവ് കയറി ശല്യം ചെയ്യുന്നേ ഇല്ല. മറ്റു പക്ഷികൾ തന്നെ വളരെ അപൂർവേ ഉള്ളൂ, അത് കാശിച്ചാൽ ഉടനെ തന്നെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഉമൂമുൽ ബൽവല്ല. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വ്യാപകമാകുമ്പോഴാണ് ഉണങ്ങിയതാണെങ്കിൽ അഫ്വ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ്? ബുദ്ധിമുട്ട് വ്യാപകമാവുകയും ഈ കാഷ്ടം ഉണങ്ങിയതാവുകയും മനഃപൂർവ്വം അതിന്മേൽ ചവിട്ടാതിരിക്കുകയും വേണം. മനഃപൂർവ്വം ചവിട്ടാൻ പാടില്ല, ചവിട്ടി പോണോണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ സ്ഥലത്തിനെ പറ്റിയാ പറഞ്ഞത്. എന്നാൽ വഖളിയത്തു കലാമിൽ മജ്മൂഇന്റെ കലാമിന്റെ ആശയം അൽ അഫ്വു അൻഹു, ഇങ്ങനെയുള്ള ഉണങ്ങിയ പക്ഷിക്കാഷ്ടത്തെ തൊട്ട് അഫ്വുണ്ട് എന്നാണ്. ഫിസ്സൗബി, വസ്ത്രത്തിലാണെങ്കിലും അഫ്വുണ്ടെന്ന് തന്നെ. വൽ ബദരി, ശരീരത്തിലാണെങ്കിലും അഫ്വുണ്ട് എന്ന് തന്നെ. അയ്വൻ എന്ന് പറഞ്ഞാൽ നിലത്ത് അഫ്വുണ്ട്, അതൊക്കെ. എന്നാൽ ദേഹത്തിനും വസ്ത്രത്തിനുമാണെങ്കിലും അഫ്വുണ്ട് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മജ്മൂഇന്റെ താല്പര്യം.
പക്ഷേ അത് വൈഫാണ്, മജ്മുഇന്റെ ആശയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞത്. മൊത്തമത് വസ്ത്രത്തിലാണെങ്കിൽ മാത്രമേ, അല്ല നിലത്താണെങ്കിൽ മാത്രമേ അഫുള്ളൂ. അത് തന്നെ ഉണങ്ങിയതായിരിക്കണം, വ്യാപകമായ വിഷമുള്ളതായിരിക്കണം, കരുതിക്കൂട്ടി മനഃപൂർവ്വം അതിൽ ചവിട്ടാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടി നിലത്ത് അഫു ചെയ്യപ്പെടും. അപ്പൊ ഇത് പെടൂല, വസ്ത്രവും ദേഹം പെടൂല എന്നതാണ് മുഅ്തമദ്. അപ്പൊ എന്നാ ഈ മജ്മുഇന്റെ ആശയോ? മജ്മുഇന്റെ ആശയം സ്ഥലത്ത് മാത്രമല്ല, ദേഹത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് മുഅ്തമദല്ല. അത് പ്രത്യേകം ഉണർത്താൻ വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നെ വലാ യുഅഫ, എവിടെ ആലൂരങ്ങളെ ഫത്തുൽമീൻ പോയോ? അതിന്റെ ഇടക്കുണ്ട് ഈ നെറ്റിനെന്തോ ഒരു കളി, അതിൽ പോയതാന്നാ തോന്നുന്നത്. ഇപ്പോ കിതാബിന്റെ വാർത്തടിച്ചൊക്കെ പോയി. വലാ യുഅഫ അൻ ബഅരിൽ ഫഇരി, എലിയുടെ ഉണങ്ങിയ കാഷ്ടം, ബയറ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണങ്ങിയ കാഷ്ടം, അതിനെ തൊട്ട് അഫു ചെയ്യപ്പെടൂല. ബയറ് തന്നെ കാഷ്ടം എന്നർത്ഥം വെച്ചിട്ട് വലോ യാബിസൻ എന്നുണ്ടോ, ഉണങ്ങിയതാണെങ്കിൽ പോലും എലിക്കാഷ്ടം അഫു ചെയ്യപ്പെടൂല എന്നാണ്. അലല്ല ഉജ്ഹി, അതാണ് പ്രബലമായ വജ്ഹ്. പക്ഷേ അതൊരു പ്രയാസമുള്ള വിഷയം തന്നെയാണല്ലോ. മറ്റ് ജീവികളെ പോലെ തന്നെ എലി വല്ലാതെ ശല്യം ചെയ്യുന്ന ജീവിയാണ്. അപ്പൊ എലിന്റെ കാഷ്ടം അഫു ചെയ്യപ്പെടുന്ന മുമ്പ് പറഞ്ഞല്ലോ, അലുരാജിക്ക് ഓർമ്മ ഉണ്ടോ? പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞേന്ന്. അത് പക്ഷെ എവിടെയാണ്? കക്കൂസിലെ ഹൗദിലാണ് മാത്രമാണ്. ആ കക്കൂസ് എന്ന് പറഞ്ഞാൽ ശൈത്താനെ പോലെ തന്നെ എലിന്റെ ഒരു ആവാസ കേന്ദ്ര. അപ്പൊ കക്കൂസിൽ എന്തായാലും എന്തുണ്ടാവും? എലി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമാവും കക്കൂസിൽ ശേഖരിച്ച വെള്ളത്തിൽ എലിക്കാഷ്ടം ഉണ്ടാവാതിരിക്കുക എന്ന് തന്നെ വളരെ പ്രയാസം. ഇന്നത്തേക്ക് സംവിധാനം വരുന്നതിന് മുമ്പാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പം ഉമൂമുൽബിത്തിലായി എന്ന് പറയുന്ന വ്യാപകമായ വിഷമം കാരണം കക്കൂസിലെ വെള്ളത്തിൽ എലിക്കാഷ്ടം കുറച്ചൊക്കെ ഉണ്ടെങ്കിലും പകർച്ച വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, അഫുണ്ട് എന്ന് പണ്ട് നമ്മൾ പറഞ്ഞു. ഇതല്ല, അത് നിസ്കരിക്കുന്ന സ്ഥലം, വസ്ത്രം, ദേഹം എന്നിവയെ കൊള്ള നിർത്തിയിട്ട് ഈ എലിക്കാഷ്ടത്തിന് അഫുവില്ല എന്ന. പക്ഷെ ചിലപ്പോ ഇടങ്ങാറാകുമ്പോ പറയാൻ വേണ്ടിയിട്ട് ഒരു ഫത്വ പറയും. ലാക്കിൻ അഫ്താ ശൈഖുന ഇബ്നു സിയാദ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് സംസമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഫത്വ കൊടുക്കുന്നുണ്ട്. കബാലിൽ മുതഅഖിരീന, അസ്ഹാബിൽപ്പെട്ട മുതഅഖിരീങ്ങളായ ചില ഇമാമിയങ്ങളും അതേ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫത്വ? ബിൽ അഫ്വി അൻഹു, എലിക്കാഷ്ടത്തെ തൊട്ടും അഫു വരും. ഇത് അമ്മത്തിൽ ബൽവാ ബിഹി, ഈ എലിക്കാഷ്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വ്യാപകമായി വന്നാൽ ഏതുപോലെ വ്യാപകമായി? മറ്റ് പക്ഷിക്കാഷ്ടങ്ങളിൽ വ്യാപകമാവുന്നത് പോലെ എലിക്കാഷ്ടം സർവ്വവ്യാപകമായി സൂക്ഷിക്കാൻ പ്രയാസമാകുമാർ എലിക്കാഷ്ടത്തിന്റെ ശല്യമുണ്ടെങ്കിൽ പക്ഷിക്കാഷ്ടം അഫു ഉള്ളതുപോലെ എലിക്കാഷ്ടവും അഫു ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു സിയാദ് റഹ്മഹുള്ള ഫത്വ കൊടുത്തത്. എന്തിനാ പിന്നെ പറഞ്ഞത്? അത് മുഅ്തമദിന്റെ മാറ്റം തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ചിലപ്പോൾ ളറൂറത്തിന് വേണ്ടിയിട്ട് ആ അമൽ ചെയ്യാനൊക്കെ പറ്റും, ഫത്വ ചെയ്യാൻ പറ്റൂലെങ്കിലും. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ആരുല്ലേ? ഈ വൈഫ് പിന്നെ എന്തിനാ പറയണതെന്ന് ചോദിക്കണ്ട. വൈഫ് അമൽ ചെയ്യാൻ ചില സമയത്ത് മുഅ്തമദനുസരിച്ച് അമൽ ചെയ്യാൻ പ്രയാസം നേരിടുന്ന സമയത്ത് ഇങ്ങനെ ചില ഇമാമിങ്ങളുടെ കൗലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൗല് പിടിച്ചിട്ട് അവനാണ് സ്വന്തത്തിന് അമൽ ചെയ്യാം. ഷാഫി മദ്ഹബാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കാൻ പറ്റില്ലെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് വൈഫ് പറയുന്നത്. മനസ്സിലായില്ല? ഇനി വേറെ വിഷയം പറയുന്നത്, വലാ തസിഹു, സഹിഹാവുകയില്ല, സ്വലാത്തുമൻ, ഒരു ചങ്ങാതിയുടെ നിസ്കാരം. എങ്ങനത്തെ ചങ്ങാതി? ഹമല, അവൻ ചുമന്നു, മുസ്തജ്മിറൻ, കല്ലുകൊണ്ട് മനരിച്ച ഒരു വ്യക്തിയെ ചുമന്നു. കല്ലുകൊണ്ട് മനരിച്ച വ്യക്തി, അവനെ സംബന്ധിച്ച്
ഈ കല്ലുകൊണ്ട് മനരിച്ച സ്ഥലം എഫ് ആണ് എന്ന് പറഞ്ഞു. അത് അവനെ പറ്റി മാത്രമാണ് ഈ എഫ്. മൂത്രമൊഴിച്ചിട്ട് കല്ലുകൊണ്ട് മനരിച്ചു, അല്ലെങ്കിൽ കാഷ്ടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് മനരിച്ചു, അതുകൊണ്ട് ഓന് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരാൾ ചുമന്നു. ഉദാഹരണം പറഞ്ഞാൽ ചെറിയ കുട്ടി കാഷ്ടിച്ചപ്പോ നോക്കുമ്പോ കഴുകാൻ നോക്കുമ്പോ വെള്ളമില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല. അപ്പൊ എന്തുണ്ടായിരുന്നു? ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് എന്താക്കി തുടച്ചു കൊടുത്തു. ഈ കുട്ടിനെ എടുത്തുകൊണ്ട് നിസ്കരിച്ച നമസ്കാരം ചെയ്യാല. അല്ലെങ്കിൽ കുട്ടി ഒന്ന് കയറി മടിയിലിരുന്ന് കൂട്ടിക്കോളി, എന്നാലും ചുമക്ക് തന്നെയാണല്ലോ. എന്നാൽ ഈ നിസ്കരിക്കുന്ന ഉമ്മാന്റെ അല്ലെങ്കിൽ വാപ്പാന്റെ നിസ്കാരം ചെയ്യാവൂല. കുട്ടിക്ക് കടലാസോട് തുടച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കല്ലുകൊണ്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പൊ ശുദ്ധിന്ന് വിധിച്ചു. പക്ഷെ ഈ മഹല് അസറുള്ള സ്ഥലം എഫ് ആണ്. അത് അവന്റെ ശരീരത്തിന് എഫ് ഉള്ളൂ, മറ്റുള്ളവന് ബാധകല്ല. അപ്പോ തൊട്ട് രണ്ടാള് നിൽക്കുന്നു. ഒരാൾ വെള്ളം കൊണ്ട് വനരിച്ച് ഒതുകൊടുത്തു വന്ന ആളാണ്, ഒരാൾ കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ വനരിച്ച ആളാണ്. ഈ രണ്ടാൾ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഈ കല്ലുകൊണ്ട് വനരിച്ച ആളുടെ കൈ ആര് പിടിച്ചു? ഈ വെള്ളം കൊണ്ട് വനരിച്ച ആള് പിടിച്ചു. അങ്ങനെ മുറുകെ പിടിച്ചാൽ ഈ വെള്ളം കൊണ്ട് വനരിച്ച് നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരം ബാത്തിലാവും. എന്താ? മറ്റേയാൾ നിസ്കാരം സഹിയല്ലേ? അയാൾക്ക് സഹിയാണ്, കാരണം അയാൾക്കത് എഫാണ്. അയാൾക്കത് എഫാണെങ്കിൽ നിങ്ങൾക്കത് എഫും ഇല്ല. മുസ്തജിമിറിന് ഓനെ സംബന്ധിച്ച് മാത്രമേ എഫ് ഉള്ളൂ, മറ്റുള്ളവർക്ക് അത് എഫും ഇല്ല. അപ്പൊ ഓനെ പിടിച്ചാൽ നിങ്ങളെ നിസ്കാരം ബാത്തിലാവൂന്ന്. എന്നാ ചില പറഞ്ഞിട്ട് പിടിച്ചോന്റെ ഭാഗത്തിലാവുമ്പോ മറ്റോരോ ഭാഗത്തിലാവുന്നത് അത് ശരിയില്ല എന്നാണ് തെർഷിയാരും പറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊരു രസികൻ മസേലെ എന്ന് പറഞ്ഞാൽ ഒരാള് നന്നായിട്ട്, രണ്ടാള് കക്കൂസ് പോയി, ഒരാള് വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നുകൊടുത്ത്, മറ്റേ ചങ്ങാതി എന്ത് ചെയ്തു? ടിഷ്യൂ പേപ്പർ കൊണ്ടോ കല്ലുകൊണ്ടോ തുടച്ച് അയാളും ഒന്നുകൊടുത്തു. രണ്ടാളും വന്ന് നിസ്കരിക്കാൻ നിന്നു. രണ്ടാം നിസ്കാരം സഹിയ. പക്ഷേ ഈ കല്ലുകൊണ്ട് വനരിച്ച ചങ്ങാതിനെ ആര് പിടിച്ചു? ഈ വെള്ളം കൊണ്ട് വനരിച്ച വ്യക്തി പിടിച്ചു നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ. എന്നാ ഈ പിടിച്ചോന്റെ നിസ്കാരം ബാത്തിലായി, അതും ഓക്കെ. എന്നാ പിന്നെ മറ്റോന്റെ എന്താ ബാത്തിലാണത്? കാരണം ഇവന്റെ നിസ്കാരം നജസിനോട് ബന്ധപ്പെട്ട ആളെ പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇവന്റെ നിസ്കാരം ബാത്തിലാന്ന്. തിരിച്ചങ്ങോട്ടും പറഞ്ഞൂടെ? നജസിനെ ചുമന്നത് കൊണ്ട് നജസിനെ ചുമക്കുന്ന ആളെ പിടിച്ചതുകൊണ്ട് ബാത്തിലായ ആളെ മറ്റേയാൾ അങ്ങോട്ടും തൊടുന്നുണ്ടല്ലോ, അപ്പൊ അയാൾക്ക് ബാത്തിലാവും. പക്ഷേ അത് ശരിയല്ല. ഓനെ സംബന്ധിച്ച് ഓനെ സ്വന്തം തന്നെ അഫ്വാ, പിന്നെ മറ്റോന്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്ന അഫ്വാ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തെർഷികാരൻ അവിടെ തിരുത്തിയിട്ടുണ്ട്. ആട്ടെ. ഔ ഹയവാനൻ, അതല്ലെങ്കിൽ ഒരു ജീവിയെ ചുമന്നു. എങ്ങനത്തെ ജീവിയാണ്? ബിമംഫദിഹി നജസുൻ, അതിന്റെ മുൻദ്വാരത്തിലോ പിൻദ്വാരത്തിലോ നജസുണ്ട്. അതിനെ ചുമക്കേണ്ട ആവശ്യം പിന്നില്ലല്ലോ, നിൽക്കിയിരിക്കല്ലേ. അതിന്റെ ദ്വാരത്തിലുള്ളതിന് തൊട്ട് അഫു ചെയ്യപ്പെടുന്നു പണ്ട് നമ്മൾ പറഞ്ഞു. അതും ഒരു കൺഫ്യൂഷൻ ആണ്ട. അതിന്റെ ദ്വാരത്തിലുള്ളതിന് തൊട്ട് അഫു ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ പിടിച്ചിട്ട് ഇവൻ ചുമക്കാൻ പോകണ്ടല്ലോ. ഇനി അതല്ലെങ്കിൽ ആ മുതക്കൻ, അല്ലെങ്കിൽ അറുക്കപ്പെട്ട ഒരു ജീവിയെ ഒരാൾ ചുമന്നു. ഉദാഹരണം, ഒരു കോഴിനെ അർത്ഥ കൂട്ടിക്കോളി. കോഴിനർത്ഥ കോഴിനെ എടുത്തുകൊണ്ടാണ് നിക്കേരം. എങ്ങനത്തെ കോഴിയാണ്? ഉസില മദ്ബഹുഹു, അർത്ഥസ്ഥലം കഴുകിയാണ്. അർത്ഥസ്ഥലം ചോര ഉണ്ടാവുമല്ലോ, കൗത്താവ് നല്ലോണം കഴുകിയാണ്. എന്നിട്ട് ഒരു കീസിലിട്ടിട്ട് അതും കയ്യിൽ പിടിച്ചിട്ട് അയാൾ നിസ്കരിക്കണത്. ദൂന ജൗഫിഹി, ഉള്ളു വൃത്തിയാക്കിയിട്ടില്ല. ഉള്ളിൽ ഇതിന്റെ കുടലും പെട്ടിയും കാസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വൃത്തിയാക്കിയിട്ടില്ല. എന്നാൽ അർത്ഥസ്ഥലത്തുള്ള ചോരയൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്. എന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. കാരണം എന്താ? ഈ ഉള്ളിലുള്ള നജസ് അർത്ഥജീവിയുടേതായതുകൊണ്ട് ഇവനെ അതിനെ ചുമക്കുമ്പോൾ നജസിനെ ചുമന്ന ഹുക്കുമ വരും, അവൻ നിസ്കാരം ബാത്തിലാവും. ഇനി അതല്ലെങ്കിൽ ഔ മയ്യിത്തൻ ത്വാഹിറൻ, അല്ലെങ്കിൽ ത്വാഹിറായ നജസല്ലാത്ത മയ്യിത്തുണ്ടല്ലോ 3 മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നീ 3 വസ്തുക്കൾ. ഇങ്ങനെ ത്വാഹിറായ ഒരു മയ്യിത്തിനെ ഒരാൾ ചുമന്ന് നിസ്കരിക്കുമ്പോ, അതുപോലെ ആദമീൻ, ഒരു മരിച്ച മനുഷ്യനെ ചുമന്നുകൊണ്ടാ വേറെ ചങ്ങായി നിസ്കരിക്കണത്. ഇപ്പൊ സാധാരണ ഉണ്ടാവില്ല. എന്നാ അതുണ്ടാവാം. ഒരു മത്സ്യം ചത്തതാണല്ലോ. ഈ ചത്ത മത്സ്യത്തിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു.
അതിനെന്താ കുഴപ്പം? മത്സ്യം ചത്താ തോയറല്ലേ? അതെ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? നജസുണ്ടല്ലോ, അതാ പ്രശ്നം. അങ്ങനെ വസമക്കിൻ ലം യൂസൽ ബാത്തിനുഹു. കണ്ടോ, ഇന്ത്യയില് ലമ്മ് കാണാനില്ല. എന്നിട്ട് നോക്കിയേ ഞാൻ, അപ്പൊ ലമ്മുണ്ട്, പുറത്ത് പോയതാ. ആലൂരിന്റെ ലമ്മില്ല. ആലൂരെ യൂസലു വെള്ളത്തിൻ മധുരത്തിൻ ഫി ബാത്തിനിഹ. അവിടെ അല്ലല്ലോ, എവിടെയാണ്? ഹവാനം മദക്കൻ ഔസല മദ്ബഹു ദൂന ജൗഫിഹി ഔ മയ്യിത്തുൻ ത്വാഹിറൻ കാദമി വസമക്കിൻ. ആണ്ടോ, ആലൂരെ അതിന്റെ അടുക്കൊരു ലമ്മ് വേണം. ആദമിയിൻ വസമക്കിൻ ലം യൂസൽ ബാത്തിനുഹു എന്ന്. മനസ്സിലായില്ലേ? അല്ല ഞാൻ ആകെ വസർക്കൂലെന്ന് ഉണ്ട്. 5000 കൊടുത്തു. ഇവിടെ അച്ചടിയിൽ വിട്ടുപോയതേക്കാരം. ലമ്മ് വേണം. അതിന്റെ ഉള്ളു കഴിയിട്ടില്ല. ഉള്ളു കഴിക്കണമെങ്കിൽ തരക്കില്ല. ഒരു മീൻ ശവം തോയറാണെങ്കിലും ഉള്ളു കഴുകി കാഷ്ടൊക്കെ കളഞ്ഞ് കഴുകിയ മീനാണ്. അവിടിക്കുന്നോണ്ട് കുഴപ്പമില്ല. കാരണം മീൻ ജീവനില്ലെങ്കിലും PDF ഇല്ലാന്ന് പറഞ്ഞിട്ട് ആക്കി ഇത് നോക്കിയിട്ട് പകർത്തണല്ലേ. ലമ്മ എഴുതി കൊടുക്കുക. അപ്പുറത്തുണ്ട്, മുത്തോന്റെ അടുത്തുണ്ട്. ഏത് 5000 കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ മന സയ്യാവൂല. ഉള്ളു കഴുകിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ത്വാഹിറാവ് വേണം. കാരണം നജസ്സല്ലല്ലോ ഇത്. മത്സ്യമാണെങ്കിലും ജറാദാണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്തല്ല, മയ്യത്ത് നജസ്സല്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള നജസ്സാണ് പ്രശ്നം. അത് ഉള്ളു കഴുകിയിട്ടില്ലെങ്കിൽ ഇത് ചുമന്നാ കുഴപ്പമുള്ളൂ. ഉള്ളു കഴുകിയാണെങ്കിൽ ചുമക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇനി വേറെ ഔ ബൈളത്തിൻ മദിറത്തിൻ, അല്ലെങ്കിൽ ഒരു ചീമുട്ട ചുമന്നു. കേടുവന്ന കെട്ടമുട്ടേ. ആ മുട്ടേനെ എങ്ങനെയാണ്? ഫി ബാത്തിനി ആദമുൻ, ഉള്ളിൽ രക്തമുണ്ട്. ഉള്ളിൽ രക്തമുള്ള ചീമുട്ടയാവുമ്പോ എന്താണ്? നജസ്സാണ്. പണ്ട് നമ്മൾ പറഞ്ഞു മുട്ടക്ക് കുഴപ്പം വന്നിട്ടില്ല, എങ്ങനെ രക്തായിന്, എന്നാൽ അത് ത്വാഹിറാണ്. രക്തം വെച്ചിട്ടുണ്ട് മുട്ട, പക്ഷെ കേടുന്നിട്ടില്ലെങ്കിൽ ത്വാഹിറാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് തന്നെ കിട്ടും കേടെന്നാ നജസാവുന്നു. ഇവിടെ അതാണ് മദിറ എന്ന് പറഞ്ഞത്, കേടെന്ന മുട്ട. കേടെന്ന മുട്ടയുള്ള ചോര വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും, സയ്യാവൂല. അതുപോലെ തന്നെ വലാ സ്വലാത്തു ഖാബിദി ത്വറഫിൻ മുത്തസിലിൻ ബിനജസിൻ, നജസുമായി ചേർന്ന വസ്തുവിന്റെ ഇങ്ങേ തല പിടിച്ചു നിസ്കരിക്കുന്നവന്റെ നിസ്കാരവും സഹിയല്ല. ഉദാഹരണം പറഞ്ഞ, ഇവൻ വേട്ടയ്ക്ക് കൊണ്ടുപോകണ ഒരു നായുണ്ട്. ആ നായന്റെ കൗത്തിൽ കയറിട്ടിട്ട് ആ കയറിന്റെ തലവൻ പിടിച്ചു. ഇപ്പോ നായ നജസാണ്. ആ നജസിന്റെ ആവുന്ന നായയുടെ കൗത്തിൽ കെട്ടിയ കയറിന്റെ ഇങ്ങേ തലയാണ് നിങ്ങൾ പിടിച്ച്, എന്നാ നിസ്കാരം ബാത്തിലാവും. സംഗതി വെയിലം യതഹറക്ക് ബിഹർക്കത്തിഹി, ഈ നജസായ വസ്തുവുമായിട്ട് ചേർന്ന കയറിന്റെ ഇങ്ങേ തല പിടിക്കുമ്പം നിങ്ങൾ റുക്കൂ പോകുമ്പോഴും സുജൂദ് പോകുമ്പോൾ നൃത്തത്തിക്ക് വരുമ്പോഴൊന്നും അങ്ങേ തല അനങ്ങില്ല. എന്നാലും ഇവൻ പിടിച്ച ഈ കയറിന്റെ അങ്ങേ തല നജസുമിൽ മുട്ടിയിരിക്കുന്നു എന്നതുകൊണ്ടിട്ട് നിസ്കാരം സഹിയാവുകയില്ല. ഒരു ഫറഉം കൂടിയുണ്ട്. ആ ഓതിയാല് ഇന്നത്തെ നിർത്താം. ഇനി പിന്നെ മലമൂത്ര വിസർജനത്തിന്റെ ആദാബുകളാണ് പിന്നെ പറയുന്നത്. ഫറഉൻ, ഈ ബാബിലെ അവസാനത്തെ ഫറ എന്താണ്? ലൗ റഅ, ഒരു വ്യക്തി കണ്ടാല്, ആരെ കണ്ടു? മൻ, മറ്റൊരു വ്യക്തിയെ കണ്ടു. എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്? യുരീദു, ആ രണ്ടാമത്തെ വ്യക്തി ഉദ്ദേശിക്കുന്നുണ്ട് സ്വലാത്തൻ, നിസ്കാരത്തിൽ പ്രവേശിക്കാൻ. ഒരാൾ നിസ്കാരം തുടങ്ങാൻ പോവാൻ. അപ്പൊ വേറൊരു ചങ്ങായി കണ്ടു. എങ്ങനെ നിസ്കാരം തുടങ്ങാവുന്ന? ഒബി സൗബിഹി, ആ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പോകുന്ന വ്യക്തിയുടെ വസ്ത്രത്തിലുണ്ട് നജസുൻ വൈറു മാഫുവിൻ അൻഹു, വിടുതി ചെയ്യപ്പെടാത്ത നജസുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ പോകുന്നത് കണ്ടാൽ ലസിമഹു, ഈ കണ്ട വ്യക്തിക്ക് നിർബന്ധമാണ് ഇഅ്ലാമുഹു, അത് പഠിപ്പിച്ചു കൊടുക്കൽ, അറിയിച്ചു കൊടുക്ക എന്ന് പറഞ്ഞപ്പോ ഉദാഹരണം പറയാം. ഒരാൾ ഇങ്ങനെ പള്ളിക്കല് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറൊരാൾ കയറി വന്നു നമ്മളെ മുന്നിൽ ഒന്നാം സഫിന്റെ ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടാൻ പോകുന്നു. അപ്പൊ ഇയാൾ ബേക്കിൽ നിന്ന് ഈ ഖുർആൻ ഓതുന്ന ആള് നോക്കുമ്പം
ഈ നിസ്കരിച്ച് തക്ബീർ കെട്ടാൻ പോകുന്ന വ്യക്തിയുടെ പുറത്ത് പറഞ്ഞേക്ക് എന്തോ ഒരു ശവം പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു നഴ്സ് കിടക്കുന്നുണ്ട്, കാഷ്ടോ അതല്ലെങ്കിൽ നാക്കാലികളുടെ വല്ല കാഷ്ടോ അതുപോലത്തെ എന്തോ ഒരു നരസ്വം കാണുന്നു. ഇത് പുറത്തുള്ളത് ഈ നിസ്കരിക്കാൻ നടക്കുന്ന ആൾക്ക് അറിയില്ല, അയാൾ കാണാതെ നിസ്കരിക്കാൻ നടക്കുന്നത്. അപ്പൊ കണ്ട ആള് ഇത് അറിയിച്ചു കൊടുക്കണം, അത് നിർബന്ധമാണ്. അത് അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. നിസ്കാരം സഹിയാവാത്ത തരത്തിലുള്ള നജസ്സുമായിട്ട് അറിയാതെ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പോകുന്ന മറ്റൊരു വ്യക്തി കണ്ടാൽ ഈ നിസ്കരിക്കാൻ പോകുന്ന വ്യക്തിയോട് അത് ഉണർത്തേണ്ടത് കണ്ടവന്റെ കടമയാണ്. അത് മാത്രല്ല, അതിനിപ്പോ പണിയൊത്തുമില്ല. നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങല്ലേ, നിങ്ങളെ കുപ്പായത്തിന്റെ പുറത്ത് നോക്കിയാണ് എന്തോ ഒന്ന് ചത്ത് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കുപ്പായം കഴിച്ച് നോക്കുമ്പോ പറഞ്ഞേക്കണം, അൽഹംദുലില്ലാഹ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നന്നായി, അയാൾക്ക് ഖൈറായി, അൽഹംദുലില്ലാഹ് ശുക്രാൻ ജസാക്കല്ലാഹു ഖൈർ. വകദ അതുപോലെ തന്നെ യൽസമു നിർബന്ധമാകും തഅലീമുമൻ ഒരുത്തനെ അറിവ് പഠിപ്പിച്ചു കൊടുക്കല്. എങ്ങനത്തെ ഒരുത്തനാണ്? റആഹു ഈ വ്യക്തി അയാളെ കണ്ടു. എങ്ങനെ കണ്ടു? യുഹില്ലു തകരാറ് വരുത്തുന്നതായിട്ട്, ബിവാജിബി ഇബാദത്തിൻ ഒരു ഇബാദത്തിന്റെ ഫർളായ കാര്യത്തിന് തകരാറ് വരുത്തുന്നത് കണ്ടാൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിഹ തെറ്റായിട്ട് ഒരാൾ ഓതുക. അപ്പൊ ഓത്ത് അറിയുന്ന ഒരാൾ പുറത്തുണ്ട്, ഇയാൾ ഓതിയ ഓത്ത് ഫാത്തിഹ സൂറത്ത് തെറ്റാണെന്ന് ഉറപ്പ്. എന്നാൽ അയാളെ വിളിച്ചു വരുത്തി ആ തെറ്റ് പഠിപ്പിച്ചു കൊടുക്കണം. ഇയാളൊരു മരമണ്ടനാ, മണിക്കൂർ കണക്കിന് ഇരുന്നു കൊണ്ട് പഠിപ്പിക്കേ പറ്റൂ, എന്നാ കൂലി വാങ്ങാ. അതുകൊണ്ടാണ് രണ്ടെട്ടം മറുപടി അറിഞ്ഞിട്ടും പിന്നെ മൈക്കെടുത്ത് ചോദിച്ച മുസല്ല വഖഫ് ചെയ്ത മുസല്ലയെ പറിച്ചിട്ട് തോളിലിട്ട് കൊണ്ടുവരുന്ന പള്ളിയാവുമോ എന്ന് ചോദിച്ച ആളോട് 100 റിയാൽ വെച്ച് ബന്നോ മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു തരാൻ പറ്റുമെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ 200 കാണണം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല. പഠിപ്പിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ അതിന് സമയവും അധ്വാനവും കൂടുതൽ എടുക്കുമെങ്കിൽ കൂലി വാങ്ങേണ്ടി വന്നാൽ കൂലി വാങ്ങാം. ആണോ? നാം ഇൻ ഖൂബില ദാലിക ബിഉജ്റത്തിൻ ലം യൽസംഹു ഇല്ലാ ബിഹാ അലൽ മുഅ്തമദ് തഫ. ആണോ? കുറച്ച് അധ്വാനത്തിച്ച് മെനക്കെട്ട് സമയമെടുത്ത് പഠിപ്പിക്കേണ്ട സാഹചര്യമാണെങ്കിൽ പഠിപ്പിക്കണം, പക്ഷെ കൂലി വാങ്ങിയിട്ട് പഠിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പൊ വെറുതെ പറഞ്ഞല്ല, പ്രൊഫസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ. അത് നിങ്ങൾ ആരെങ്കിലും പൈസ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ, അത് പറഞ്ഞല്ല, അന്നിപ്പോ തമാശക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു മാത്രം. പക്ഷേ നമ്മളെ മതം അനുസരിച്ച് നാട്ടുകാരോട് അത് പറയാൻ പറ്റൂല. ഈ മുഖല്ലദിഹി ഈ വ്യക്തി, ഈ കുഴപ്പം വരുത്തുന്ന വ്യക്തിയുടെ മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം തെറ്റായ കാര്യമാണെങ്കിലേ പറ്റുള്ളൂ. അതായത് മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ ഫത്വ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇമാമിങ്ങളെല്ലാരും ഇജ്മാ ആയ നിരക്ക് തെറ്റാണെന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ ആരോടും പറയാം, അത് ചെയ്യാൻ പാടില്ല. ഷാഫി മദ്ഹബിൽ തെറ്റാണ്, എന്നാൽ ഹനഫി മദ്ഹബിൽ ഹലാലാണ്, അങ്ങനത്തെ ഉണ്ടാവും ചിലത്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽ ഷാഫി മദ്ഹബിലൊക്കെ തെറ്റാണ്, പക്ഷെ ഹംബലി മദ്ഹബിൽ അനുവദനീയമാണ്, അങ്ങനെ ഉണ്ടാവും ചില കാര്യം. എങ്കിൽ അത് വിരോധിക്കണമെങ്കിൽ ഈ നിസ്കരിക്കുന്ന ആള് ഏത് മദ്ഹബുകാരനാണെന്ന് മനസ്സിലാക്കി ആ മദ്ഹബ് അനുസരിച്ച് തെറ്റാണെങ്കിലേ പറയാൻ പാടുള്ളൂ. അപ്പോ ഒന്നിരിക്കൽ ഇജ്മാ കൊണ്ട് വിരോധിക്കപ്പെട്ട കാര്യമാവണം, എന്നാ പിന്നെ ആരോടും പറയാം. ഇജ്മാ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന വ്യക്തിയുടെ മുഖല്ലദ് കണ്ടോ, ഫി റഈ മുഖല്ലദിഹി ഈ ചെയ്യുന്ന വ്യക്തിയുടെ ഇമാമ്, പറയുന്നവന്റെ അല്ല, ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ മദ്ഹബ് ഏതാണോ ആ മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം തെറ്റാണെങ്കിലാണ് ഇത് പറയേണ്ടത്. ഉദാഹരണം പറഞ്ഞാല് ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മാണിക്ക് വിഷമാവുണ്ട, വേണ്ട, വേറെ മദ്ഹബുകൾ വെച്ച് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അത് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹറാമില്ല, കറാഹത്തേ ഉള്ളൂ.
അങ്ങനത്തെ ഒരു കാര്യം ഹനഫിക്കാരൻ ചെയ്യുകയാണെങ്കിൽ എടോ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അവകാശമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോ നമ്മൾ മക്കത്ത് തവാഫിന് പോയി, തവാഫ് കഴിഞ്ഞിട്ട് സയ്യിന് പോകുമ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് സഫാ മർവക്കിടയിൽ സയ്യ് ചെയ്യുമ്പോൾ ഇൽത്തിബായുടെ ഒരു സുന്നത്താ. എന്നാൽ ഹംബലിയൊക്കെ തവാഫിൽ മാത്രമേ ഇൽത്തിബായുടെ ഒരു സുന്നത്തുള്ളൂ, സയ്യിൽ ഇൽത്തിബായുടെ ഒരു സുന്നത്തില്ല. അപ്പൊ ചില ജാഹിലീങ്ങളായ ഹംബലികളുണ്ട്, ഓർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാ ഈ ഇൽത്തിബാ വേഷിട്ട് സയ്യ് ചെയ്യുന്നവരെ മുടക്കുക, എന്നിട്ട് ചുറ്റിപ്പുറത്താൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക, സയ്യ് ചെയ്യുന്ന സമയത്ത് ഇൽത്തിബാ ഇടാൻ പാടില്ല എന്ന് പറയാം. അത് ഭയങ്കര തെറ്റാ ഒരു ചെയ്യുന്നത്. കാരണം എന്താ, ഓല മദ്ഹബ് അനുസരിച്ച് അത് സുന്നത്തില്ല എന്ന് എഴുതിയിട്ട് ലോകരോടൊക്കെ പറയാൻ പറ്റുമോ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇർത്തിബാ വേഷയുടെ ഫർവക്കിടയിൽ സഹി ചെയ്യുമ്പോൾ സുന്നത്താണ്, തവാഫ് ചെയ്യുമ്പോൾ സുന്നത്തുള്ളത് പോലെ തന്നെ. അപ്പൊ ഈ നിങ്ങൾ ഏത് മദ്ഹബ് പറഞ്ഞാൽ ഞാൻ ഷാഫി മദ്ഹബ് വരാം, അന്ന് നിങ്ങൾ പോയിക്കോളിയാണ്. വേറൊരുത്തൻ ഹനഫി മദ്ഹബ് വരാം, നിങ്ങൾ ഏത് മദ്ഹബ് വരാം? ഹനഫി മദ്ഹബ് ആയിക്കോട്ടെ. നിങ്ങളേതാ? ഞാൻ ഹംബലി മദ്ഹബ് വരാം. എന്നാലേ ഹംബലി മദ്ഹബുകാർക്ക് തവാഫിൽ മാത്രമേ ഇർത്തിബാ ഇടാൻ പാടുള്ളൂ കേട്ടോ, സയ്യിൽ ഇർത്തിബാ ഇടാൻ പാടില്ല എന്ന് ഓനോട് പറഞ്ഞു കൊടുക്കാം. ഇജ്മാ ഉള്ളതാണെങ്കിൽ പുതാനം കള്ളുടിക്കാൻ പാടില്ല എന്നല്ല, ഇഞ്ചേത് മതകാരനാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കള്ളുടിക്കൽ ഹറാമാണെന്നുള്ള എല്ലാ മനുഷ്യരും ഹറാമാണ്. അപ്പൊ ഈ തെറ്റ് വരുത്തുന്നത് ഇജ്മാ കൊണ്ട് തെറ്റാണെങ്കിൽ എല്ലാവരോടും ഉണർത്താം, ഇജ്മാ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന വ്യക്തിയുടെ മദ്ഹബ് അനുസരിച്ച് തെറ്റാണെങ്കിലാണ് ഉണർത്തേണ്ടത് എന്ന്. ഇനി തെത്തിമ്മത്ത് യഥാർത്ഥത്തിൽ ബാക്കി കിതാബുകൾ പല കിതാബുകളിലും സ്വന്തം ഒരു കിതാബോ ബാബോ ആയിട്ടിട്ടിട്ട് ആദാബുൽ ഖലാഇ പറയുന്ന വിഷയമാണ്. അത് ചുരുക്കി ഇൻഷാ അല്ലാഹ് ഇസ്തിൻജാഇന്റെ ഹുക്മ് എന്ന പേരും പറഞ്ഞിട്ട് ചുരുക്കി പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച നമുക്ക് ഓതാം.